ഹലോ നമസ്കാരം. മൊമെന്റ് ഗാലറി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ ഞാൻ ഇന്ന് രാവിലെ എന്റെ കുളത്തിന്റെ അടുത്ത് വന്നപ്പോൾ ഇവിടെ രാവിലെ കുറെ കൊക്കുകളൊക്കെ നിൽപ്പുണ്ടായിരുന്നു. കൊക്കുകളും മീനൊക്കെ കൊത്തുന്ന കണ്ടിട്ടാണ് ഞാൻ ഒരു ചാക്കില് നമ്മുടെ കുറച്ച് വല, നൈലോൺ വലയൊക്കെ ഉണ്ട്, ഉടക്ക് വലയെന്ന് പറയും, നമ്മുടെ ഈ നാട്ടിൽ അത് നീട്ടുവല എന്നാ പറയാ. അതും കൊണ്ടുവന്ന് ഈ ചാക്ക് ഇവിടെ വെച്ചിട്ട് ഈ ചാക്കിന്റെ ഒരറ്റത്തൊരു ചെറിയ ചരടുണ്ട്. അത് നമുക്ക് എവിടെയെങ്കിലും ഉടക്കി ഒന്ന് കെട്ടിവെക്കണം. അപ്പോ അത് ഒരു ചെറിയ ഇറിഗേഷൻ പൈപ്പ് അതിലെ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിലോട്ടൊന്ന് ഉടക്കി വെച്ചിട്ട് ഇതിന്റെ മറ്റേ തലയ്ക്കുള്ള ഒരു നീളമുള്ള റോപ്പ് ഞാൻ ചുറ്റി വെച്ചിട്ടുണ്ട്. ആ റോപ്പ് അഴിച്ചെടുക്കാം. എന്നിട്ട് ഈ റോപ്പുമായിട്ട് നമ്മൾ ഈ വരമ്പത്തൂടെ ഈ കുളത്തിന്റെ അപ്പുറത്തെ സൈഡിൽ പോയിട്ട് അവിടെ നിന്ന് ഈ റോപ്പ് ഉപയോഗിച്ച് ഈ വല വലിച്ച് കുളത്തിൽ നേരെ ഇടുക എന്നതാണ് നമ്മുടെ പരിപാടി. അങ്ങനെ ഇടുമ്പോൾ ഈ വല മുഴുവനായിട്ട് കുളത്തിലോട്ട് ഇറങ്ങി പോകാതിരിക്കാനാണ് അതിന്റെ പുറകു സൈഡിൽ നമ്മൾ അവിടെ ചെറുതായിട്ടൊരു ഉടക്ക് കെട്ടിയിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ റോപ്പുമായിട്ട് ഈ കുളത്തിന്റെ അപ്പുറത്ത് പോയി വരമ്പത്തൂടെ നമ്മൾ ഈ റോപ്പ് ഉപയോഗിക്കുന്ന വെച്ചാൽ വലയുമായിട്ട് ഒരു സൈഡിൽ പിടിച്ചോണ്ട് പോയാൽ ഈ അവിടെ ഇവിടെയൊക്കെ ഉള്ള ഈ കുറ്റിച്ചെടികളിലും കമ്പിയിലും ഒക്കെ ഈ വല ഉടക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ റോപ്പ് ഉപയോഗിച്ച് നമ്മൾ ഈ വല വലിക്കുന്നത്. അപ്പൊ ഇവിടെയൊക്കെ നല്ല ഇഴുക്കലുള്ള സ്ഥലമാണ്. അപ്പൊ നമ്മൾ വളരെ സൂക്ഷിച്ചു വേണം ഇതിനകത്തൂടെ നടന്നു പോകാൻ. അപ്പൊ നമ്മുടെ വല അവിടുന്ന് വെള്ളത്തിൽ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ ഇങ്ങോട്ട് മാറി നിന്നിട്ട് ഈ വല ഇവിടോട്ട് വലിച്ചെടുക്കാം. അപ്പോൾ വല നല്ല നീളത്തിൽ കിടക്കും. ഈ വല ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വെള്ളത്തിൽ നിൽക്കാൻ വേണ്ടി വലയുടെ ഒരു താഴത്തെ സൈഡിൽ നമ്മുടെ ഇലക്ട്രിക് കേബിളാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇലക്ട്രിക് കേബിളിന്റെ വെയിറ്റ് കൊണ്ട്, കേബിൾ നല്ല വെയിറ്റ് ഉള്ള സാധനമായതുകൊണ്ട്, അത്യാവശ്യം വെയിറ്റ് ഉള്ള സാധനമായതുകൊണ്ട് നമുക്ക് വല താഴോട്ട് കിടക്കും. മുകളിൽ ഒരു റോപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് റോപ്പ് ഉപയോഗിച്ച് വല വലിച്ച് ഇപ്പുറത്തെടുക്കാം. നമ്മുടെ വല ഏകദേശം ഇവിടെ എത്തിയിരിക്കുകയാണ്. നമുക്ക് കണ്ടോ, വല സ്ട്രെയിറ്റ് ആയിട്ട് ഇട്ടിട്ട് നമ്മൾ നേരെ താഴോട്ട് ഇടുകയാണ് ഈ വല. ഇടുമ്പോൾ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒന്ന് വലിച്ച് ടൈറ്റായിട്ട് നിർത്തിയിട്ട് വേണം പോകാൻ, അല്ലെങ്കിൽ വല ഇവിടെ കുരുങ്ങാൻ സാധ്യതയുണ്ട്. ഇതിനകത്ത് കുറച്ച് മരച്ചില്ലകളൊക്കെ മീന് തണല് കിട്ടാൻ വേണ്ടി ഞാൻ ഇട്ടിട്ടുണ്ട്. ഈ മരച്ചില്ലകളൊക്കെ കുരുങ്ങി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് വലിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമുക്ക് ഇത് കഴിഞ്ഞ് നമുക്കൊരു 1 മണിക്കൂർ കഴിഞ്ഞ് തിരിച്ചു വരാം. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ വീണ്ടും നമ്മുടെ വലയിട്ട സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. നമ്മുടെ ചാക്ക് ഇവിടെ കിടപ്പുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ചാക്ക് എടുത്ത് ഒന്ന് വിരിച്ച് കുളത്തിന്റെ സൈഡിലോട്ട് ഇടാം. എന്നിട്ട് നമ്മൾ രാവിലെ ഉടക്കി കെട്ടിവെച്ച ആ ചെറിയ ചരട് അഴിച്ച് ആ ചാക്ക് വിരിച്ച് നമ്മൾ വല തിരിച്ച് വലിക്കുകയാണ് ഈ സൈഡിലോട്ട്. ഓക്കെ, ഇപ്പൊ നമുക്കറിയാം നമുക്ക് ഇന്ന് എത്ര മീൻ കിട്ടിയിട്ടുണ്ടെന്ന്. ഇപ്പൊ നമുക്കറിയാം. നമുക്ക് ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടൊരു സാധനമാണല്ലോ ഈ ഫിഷിംഗ്. ഈ ഫിഷിങ്ങിന് വേണ്ടി നമ്മൾ ഒരുപാട് പൈസ ഒക്കെ മുടക്കും, റീല്, റോഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്കൊക്കെ ആണെങ്കിൽ ആ പടു ഒരു മീനാണ് കിട്ടിയിട്ടുള്ളത്. 5000 രൂപ കൊടുത്ത്, 5000 രൂപയ്ക്കടുത്തായി റീലും റോഡും എല്ലാം കൂടെ വാങ്ങിയിട്ട്. അത് നല്ല ക്ഷമ വേണം, എന്നാലേ അത് നടക്കുള്ളൂ. എന്തായാലും അത് നമുക്ക് വർക്കായില്ല. പക്ഷെ ഇത് വർക്കാവുന്നതാണ്. അതങ്ങനെ നമുക്ക് ആദ്യത്തെ 2 മീൻ കയറി വരികയാണ്. 2 സിലോപ്പിയുടെ ചെറിയ സിലോപ്പികളാണ് നമുക്ക് ആദ്യമായിട്ട് ഈ വലയിൽ ഉടക്കി കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ മീനുകളൊക്കെ അഴിച്ചെടുക്കാം. ഈ മീനൊക്കെ നല്ലോണം കുരുങ്ങിയിട്ടുണ്ട് ഇതിനകത്ത്. ഈ മീൻ ഈ വലയിൽ പെട്ട് കഴിയുമ്പോൾ ഇത് രക്ഷപ്പെടാൻ വേണ്ടി കിടന്ന് പെടച്ച് ഇത് മൊത്തത്തിൽ കുരുക്കും. അപ്പൊ നമ്മള് മിക്കവാറും ഈ വലയുടെ കണ്ണികളൊക്കെ പൊട്ടിച്ചിട്ടാണ് ഈ മീൻ ഇതിനകത്ത് ഊരിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോ നമ്മളങ്ങനെ മീനുകളൊക്കെ അഴിച്ചു തുടങ്ങി. നമുക്ക് രണ്ടാമത്തെ മീൻ നമ്മൾ അഴിക്കുകയാണ്. അങ്ങനെ സിലോപ്പിയാണ് നമ്മുടെ കുളത്തിൽ കൂടുതലായിട്ട് ഉള്ളത്. ഈ സിലോപ്പിയ തന്നെയാണ്. അങ്ങനെ സിലോപ്പിയ പക്ഷെ നല്ല ടേസ്റ്റ് ഉള്ള മീനാണ്. എല്ലാവരും കരിമീനിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. കരിമീൻ നല്ല മീനാണ്. പക്ഷെ സിലോപ്പിയ ഇതുപോലെ പച്ച സിലോപ്പിയ മുളകിട്ടൊക്കെ അരച്ച് കറി വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. അങ്ങനെ 2 കിട്ടിയിരിക്കുകയാണ്. നമുക്ക് വീണ്ടും വല വലിച്ചു തുടങ്ങാം.
വല ഏകദേശം നല്ല രീതിയിൽ കീറിയിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ എപ്പോഴും മീൻ കഴിക്കുമ്പോൾ അത്യാവശ്യം ഒരു മീഡിയം സൈസ് സിലോപ്പിയാണ്. ഈ വല കഴിക്കുമ്പോൾ എപ്പോഴും ഈ കണ്ണി പൊട്ടിച്ച് പൊട്ടിച്ച് വല ഏകദേശം തീരാറായി. ഈ കുരുങ്ങിക്കിടക്കുന്ന മീനെ കഴിക്കാനായി ഞണ്ടുകൾ വരും. അപ്പൊ ഞണ്ട് വലയിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല. ആ ഏരിയ അത്രയും അറുത്ത് കളയാതെ ഞണ്ടിനെ എടുക്കാൻ പറ്റില്ല. കാര്യം നമുക്ക് ഞണ്ടിനെ ഇതേ കൂട്ട് അഴിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. ഞണ്ട് കൈ കടിച്ച് പറിച്ച് കളയും. അങ്ങനെ നമ്മുടെ നാലാമത്തെ സിലോപ്പിയാണിത്. ഓക്കെ, പക്ഷെ ഇത് നമുക്ക് ഇത്ര വലിയ സിലോപ്പി ഒന്നും കിട്ടുന്നില്ലല്ലോ. അത് കാരണം എനിക്ക് നല്ല മുട്ടൻ സിലോപ്പിയൊക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ സിലോപ്പികളുണ്ട് ഗൈസ്. അത്യാവശ്യം ചെറുതാണെങ്കിലും സിലോപ്പികൾ കിട്ടുന്നുണ്ട്. ഓക്കെ, അഴിച്ചെടുക്കുകയാണ് നമ്മൾ. ആക്ച്വലി ഞാൻ ഈ വീഡിയോ ശകലം ഫാസ്റ്റ് ആയിട്ടാണ് നിങ്ങളെ കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഈ മീൻ ഇത്ര പെട്ടെന്ന് അഴിച്ചെടുക്കുന്നതായിട്ട് തോന്നുന്നത്. ഇത് അത്യാവശ്യം സമയമെടുക്കുന്ന ഒരു കാര്യമാണ് മീൻ ഇതൊക്കെ അഴിച്ചെടുക്കുക. അങ്ങനെ നമ്മൾ വീണ്ടും വല വലിച്ചു തുടങ്ങി. ഞാൻ ഈ ക്യാമറ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ബെൽറ്റ് ഉപയോഗിച്ചിട്ടാണ്. ഞാൻ സ്വന്തമായിട്ട് എടുക്കുന്ന വീഡിയോ ആയതുകൊണ്ടാണ് ഇതിന് ഇച്ചിരി അതിന്റെ ഫോക്കസ് ഒന്നും അത്ര ക്ലിയർ അല്ലാത്തത്. സോറി ഫോർ ദാറ്റ്. അങ്ങനെ നല്ല സിലോപ്പികൾ നമുക്ക് വീണ്ടും കിട്ടിയിരിക്കുകയാണ്. ഇത് മുഴുവൻ സിലോപ്പിയാണെന്നാണ് തോന്നുന്നത് ഇന്ന്. സിലോപ്പികളൊക്കെ കപ്പിളായിട്ടാണ് വരുന്നതെന്ന് തോന്നുന്നു. എല്ലാം രണ്ട് സിലോപ്പിയായിട്ടാണ് കിടക്കുന്നത്. അങ്ങനെ അഴിച്ചെടുക്കുകയാണ്. ഏകദേശം നമ്മുടെ വലയെല്ലാം വലിച്ചു തീരാറായി. സിലോപ്പി എല്ലാം അഴിച്ചെടുത്ത നമുക്ക് ഞാൻ ഈ വീഡിയോയുടെ അവസാനം ഈ കിട്ടിയ മീനുകളെല്ലാം കാണിക്കാം. എനിക്ക് എത്ര മീൻ കിട്ടിയിട്ടുണ്ടോ എന്ന്. അത്യാവശ്യം നമുക്ക് വീട്ടിലേക്ക് ഇന്ന് കറി വെക്കാനുള്ള മീൻ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ വലയുടെ ഇപ്പുറത്തെ സൈഡിൽ കുറവായിരുന്നു. എല്ലാ മീനുകളും കിട്ടിയതെല്ലാം അപ്പുറത്തെ എൻഡിൽ നിന്നാണ്. ഓക്കെ, അങ്ങനെ നമ്മുടെ അവസാനത്തെ സിലോപ്പികൾ അഴിക്കുകയാണ്. നമ്മുടെ ഏകദേശം വലയെല്ലാം വലിച്ചു തീർന്നു. അങ്ങനെ നമ്മൾ ആ സൈഡിൽ നിന്നാണ് വല അവിടെയാണ് ഇട്ടിരുന്നത് നമ്മുടെ. അങ്ങനെ നമ്മൾ വലയെല്ലാം വലിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ കൂടെ ഉണ്ടായിരുന്ന റോപ്പ് എല്ലാം തിരിച്ചു വലിച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അപ്പോൾ ഇനി കാണുന്നത് വരെ വണക്കം. ഇതാണ് എനിക്ക് കിട്ടിയ മീൻ.